നമസ്കാരം. വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്ന CPM നയമാറ്റം ചർച്ച ചെയ്യുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം സഖാവ് CN മോഹനന്റെ മകൾ, അതായത് CPMന്റെ എറണാകുളം സെക്രട്ടറിയുടെ മകളുടെ ബിരുദാനന്തര ചടങ്ങിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. പിണറായിസം എങ്ങനെ മാർക്സിസത്തെ കടത്തിവെട്ടിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ ചിത്രത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാട്ടിലുള്ള യുവാക്കളെയും യുവതികളെയും വിദ്യാഭ്യാസം ഉള്ളവരെയും ഇല്ലാത്തവരെയുമായിട്ടുള്ള ആളുകളെയെല്ലാം പോലീസിന്റെ തള്ളുകൊള്ളാനും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി നാട്ടിൽ ഒതുക്കി നിർത്താനും ശ്രമിക്കുന്ന നേതാക്കളാണ് സ്വന്തം മക്കളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാൻ ഇത്തരത്തിൽ പാടുപെടുന്നതെന്നാണ് ഈ ചിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. നേതാക്കന്മാർ എന്നും സ്വന്തം മക്കളെ വിദേശങ്ങളിലേക്ക് പറഞ്ഞയച്ച് അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയും സാധാരണക്കാരന്റെ മകനെ പാർട്ടിയുടെ ഗുണ്ടകളാക്കി മാറ്റുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായി ഈ ചിത്രത്തെ നാം മനസ്സിലാക്കണം. എന്തായാലും സഖാവിന്റെ ഫോട്ടോയ്ക്ക് ഇത്തരത്തിൽ നിരവധി കമന്റുകൾ വരാൻ തുടങ്ങിയതോടെ ഈ വിഷയത്തിൽ സാമൂഹ്യ പ്രവർത്തകയായ അഞ്ജു പർവതി പ്രവേശ് ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി. ആ കുറിപ്പ് കൂടെ ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. അതായത്, അജഗജാന്തരം. ചിത്രം 1. ജോലിയും കൂലിയും ഒന്നും രേഖകളിൽ കാണിക്കാനില്ലാത്ത അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ നെടുനീളൻ ലേബൽ നെറ്റിയിൽ ഒട്ടിച്ചു നടക്കുന്ന പാർട്ടിയുടെ വിയർപ്പിന്റെ അസ്കിത ഉള്ള സഖാവ് CN മോഹനന്റെ മകളാണിത്. ബൂർഷ്വാസിയുടെ നാട്ടിൽ ബൂർഷ്വാ സർവകലാശാലയിൽ ബൂർഷ്വാസികൾക്ക് മാത്രം പഠിക്കുവാൻ കഴിയുന്ന കോഴ്സ് എടുത്ത് പഠിച്ച് ബിരുദം സമ്പാദിച്ചിരിക്കുന്നു. മകൾ ബിരുദം നേടിയത് കാണുവാൻ തൊഴിലാളി വർഗ നേതാവ് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പറന്നിറങ്ങി ആ കാഴ്ച കണ്ട് പുളകിതനായി 4 ജൈവ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: കേരളാവിലെ അടിമ കമ്മിക്കൂട്ടങ്ങൾ ഉള്ളിടത്തോളം എനിക്കും എന്നെപ്പോലുള്ള രാജകിങ്കന്മാർക്കും രായാവിനും പരമസുഖം. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി. ചിത്രം 2. ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസുള്ള കുട്ടി സഖാത്തിയുടെ ജയിലിലേക്കുള്ള പോക്ക്. വാർത്ത അറിഞ്ഞ് കരഞ്ഞു തളർന്ന് നിലവിളിച്ച പാവം അച്ഛനും അമ്മയും പുറത്ത് ജയിൽ വളപ്പിനുള്ളിലെ നൊമ്പര കാഴ്ചയായി. ചൊല്ലിക്കൊടുത്ത നെറികെട്ട വിപ്ലവ സൂക്തങ്ങൾ കേട്ട് വിപ്ലവം വലിയ സംഭവമാണെന്ന് ധരിച്ച് ഗവർണർക്കെതിരെ ആഞ്ഞാഞ്ഞ് പ്രതിഷേധിച്ചു. ഫലമോ നല്ല സ്വയംഭൻ 124 വകുപ്പ്. കേസ്, കോടതി, കേസ്. ഇങ്ങനെ കുറെ വർഷങ്ങൾ കയറിയിറങ്ങിയ ജീവിതം കോഞ്ഞാട്ടെ ആവുമ്പോൾ സ്വയം തിരിച്ചറിയും തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന മറ്റൊരു പുഷ്പൻ ലൈറ്റ് വേർഷൻ ആണെന്ന്. അപ്പോഴേക്കും യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം എടുത്ത വീരസഖ മക്കളൊക്കെ ഏറ്റവും ഉന്നത നിലയിലെത്തി ജീവിതം ആർഭാടമാക്കി ആഘോഷമാക്കി യൂറോപ്പിലെ ഹൈ പ്രൊഫഷണൽ വില്ലകളിൽ ആർമാദിച്ച് ജീവിക്കും. ഇതുങ്ങളോ പാസ്പോർട്ടിന് പോലും അപേക്ഷിക്കാൻ പറ്റാതെ, ഉന്നത പഠനത്തിനൊന്നും പോകാൻ സ്കോപ്പില്ലാതെ 24 മണിക്കൂറും എന്തെങ്കിലും ക്യാപ്സ്യൂൾ വിഴുങ്ങി തേരാപാര മെഴുകി നടക്കുക ആയിരിക്കും. ഇതാണ് കമ്മിസം അഥവാ കമ്മ്യൂണിസം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കലാലയ രാഷ്ട്രീയം കൊണ്ട് ആർക്ക് നേട്ടം ആർക്ക് കോട്ടം എന്നത്.